ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു 9 to 5 ഷിഫ്റ്റിന് ശേഷം ഈവനിങ് ടൈം എൻ്റെ വീട്ടിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വന്നോണ്ട് തന്നെ നമുക്ക് തേങ്ങയോ അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള വെജീസോ എന്തെങ്കിലും പുറത്ത് വെക്കാനുണ്ടെങ്കിൽ അത് ഞാൻ ആദ്യം തന്നെ എടുത്തു വെക്കും. അതല്ലാത്ത ഫിഷും മീറ്റും ഇതൊക്കെ ഐസ് മെൽറ്റ് ചെയ്യാൻ കുറച്ചധികം സമയം വേണ്ടതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ച് പറയും. അപ്പം ഇന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അയല മുളകിട്ടതും അയല ഫ്രൈയും പിന്നെ എന്തെങ്കിലും ഒരു വെജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വീട്ടിലെത്തി നോക്കിയപ്പം അയല ആക്ച്വലി അലിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിലെപ്പോഴും ഐസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളുടെ കംഫർട്ട് ഔട്ട്ഫിറ്റിലോട്ട് മാറിയതിന് ശേഷം ഈ അയലയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം എൻ്റേതായ കുറച്ച് സമയം ഞാൻ കണ്ടെത്തി. എൻ്റെ ഒരു മീ ടൈം കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയാണ്. കാരണം ഓഫീസിലും വർക്കുണ്ട്, നമുക്ക് വീട്ടിലും ഉണ്ട്, കുട്ടിയും എല്ലാം കൂടി ആകുമ്പോൾ മാനേജ് ചെയ്യാൻ ചില ദിവസങ്ങൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. നമുക്ക് തന്നെ ഒരു ചില ദിവസം നമ്മൾ ഭയങ്കര ലോ പോയിന്റിൽ വരും, ഇങ്ങനെ നമുക്ക് ഒരു രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുറച്ച് മീ ടൈം ഒന്നുമില്ല, ഫോണിൽ കുറച്ച് നേരം സ്ക്രോൾ ചെയ്യുക, ഹസ്ബൻഡിൻ്റെ കൂടെ മോളുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ എന്താ, ഇവർ നല്ലപോലെ ഉറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഇതില്ല, എൻ്റേതായ ഒരു മീ ടൈം മാത്രമായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഞാൻ മീനൊക്കെ നല്ലപോലെ വെട്ടി നുറുക്കി ഒരു സൈഡിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഫിഷ് ഫ്രൈനുള്ള മാരിനേഷനാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. എൻ്റെ മിക്ക ഫിഷ് ആയാലും ചിക്കൻ ആയാലും എനിക്ക് മാരിനേഷൻസിൻ്റെ കൂട്ടത്തിൽ ഓയിൽ, അതായത് കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഫ്ലേവറാണ്. അപ്പം ഇത് ഞാൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെക്കും. അപ്പം നെക്സ്റ്റ് ഡേ ഇപ്പം എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകണമെങ്കിൽ ഞാനത് ഫ്രൈ ചെയ്തെടുക്കും. അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് വന്നതിന് ശേഷം പുള്ളിക്ക് വേണ്ടത് പുള്ളി ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെയാണ് പൊതുവേ നമ്മൾ ചെയ്യാറ്. അതല്ലാണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് തലേ ദിവസമേ വെക്കുന്ന പരിപാടിയില്ല, ഓൺ സ്പോട്ട് ചെയ്യാനാണ് നമുക്ക് താല്പര്യം. അതിനുശേഷം നമ്മളുടെ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. ഈ ഫിഷ് കറി ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, അത്രയും സിമ്പിളാണ്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ടൊമാറ്റോ, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കറിവേപ്പില. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഇത് ഈ ഐറ്റംസൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ശേഷം നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള പുളിയും കൂടെ ഇട്ട് ഇതൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. പിന്നെ ഓരോരുത്തർക്കും, ചിലവർക്ക് നല്ല വെള്ളം പോലെയുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കട്ടി കളിക്കും. ഞങ്ങൾ ഏകദേശം ഒരു മിഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് തിളയ്ക്കാൻ വെക്കുന്ന നേരം കൊണ്ട് രാത്രി ഡിന്നറിലേക്ക് ഫിഷ് കറിയും റാഗി പുട്ടുമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊടി ഒന്ന് നനച്ച് വെച്ചു. അപ്പോഴത്തേക്കും കെട്ടിയവനും മോളും കൂടെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്ന് അവർ ചായയും സ്നാക്സൊക്കെ കഴിക്കായിരുന്നു. ആൻഡ് ഈ മുളക് വെള്ളം ആക്ച്വലി നല്ല രീതിയിൽ തിളച്ച് വന്നു. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഫിഷ് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് ഈ ടൈമിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് അതൊന്ന് മൂടി വെച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. ആൻഡ് ദെൻ നമുക്ക് നല്ല കട്ടിയൊക്കെ വേണമെങ്കിൽ കുറച്ചധികം നേരം അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ തന്നെ മതി. ആൻഡ് വാഷ് ബേസിൻ നോക്കിയപ്പോഴോ ഫുള്ളും പാത്രങ്ങൾ. ഇതാണ് എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ളൊരു കൂട്ടത്തിൽ. പക്ഷെ അതിന് ശേഷമുള്ള പാത്രം കഴുകലാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ ആദ്യത്തെ ഒരു സെറ്റ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച്, അപ്പം പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ വർക്കും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി പാത്രങ്ങളായിട്ട് മാറും. അപ്പോൾ ഒരു സെറ്റ് അത് തന്നെ കഴുകി വെച്ച് അപ്പോഴത്തേക്കും നമ്മളുടെ കറി ഒരുവിധം സെറ്റായി. അതിനുശേഷം നേരെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളുടെ ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ആണ്. നമ്മൾ എല്ലാ ദിവസവും അടിച്ചു വാരി മോപ്പൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ കുറേ മാറ്റിയും മറിച്ചും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര ഹെക്ടിക് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസം ഓരോ റൂമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഫ്രെയിം ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വരുത്തിച്ചതാണ്. അപ്പം ഈസി ബേബിക്ക് നമുക്കൊരു സ്റ്റഡി കോർണർ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഇത് അവിടെ ഒരു സ്പോട്ട് കണ്ടെത്താം എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്.
ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ് ടാസ്ക് ഹസ്ബൻഡായിരുന്നു. കാരണം ഫാനും സംഭവങ്ങളൊക്കെ അത് എന്നെക്കൊണ്ട് എന്തായാലും കൂട്ടിയാൽ കൂടില്ല. നമ്മൾ മിക്ക വർക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതല്ലാണ്ട് ഒരാൾ മാത്രമായിട്ട് ചെയ്യുന്ന പരിപാടി ഞങ്ങളുടെ റൂമിലില്ല ആക്ച്വലി. പിന്നെ പുള്ളി ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ബ്രിഞ്ചോൾ ഒന്ന് മെഴുക്കുവരട്ടി പോലെ എന്ന് പറയാം. ആക്ച്വലി അതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ആക്ച്വലി എന്താ പറയുക, ആ ഒരു ബ്രിഞ്ചോളിന് അധികം കൊല്ലാത്ത രീതിയിൽ കുറേ മസാലകളൊന്നും ഇടാത്ത ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഗാർലിക്, കറിവേപ്പില, ചില്ലി ഫ്ലേക്സ് ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ ബ്രിഞ്ചോളും കൂടി ഇട്ട് ലേശം ഉപ്പിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. അധികം ആ വെജീനെ കൊല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യും. മിക്ക വെജീസും ഞാൻ സിമ്പിളായിട്ട് ചെയ്യും, കുറേ മസാലകളൊന്നും ആഡ് ചെയ്യാണ്ട്. മീൻവൈൽ ഞാൻ അടുത്ത ദിവസത്തേക്കുള്ള ചോറ് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആൻഡ് ഇത്തവണ നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിയ അരി ഭയങ്കര അബദ്ധമായിരുന്നു. എന്താണെന്നറിയില്ല, എത്ര കഴുകിയാലും അതൊന്ന് ക്ലീൻ ആവാത്ത പോലെ തോന്നും. പിന്നെ നമ്മളുടെ കറികളൊക്കെ സെറ്റ് ചെയ്തു. ഒരു സൈഡിൽ ചോറ് നമ്മൾ അടുപ്പിൽ വെച്ചു. പിന്നെ ഒരു സൈഡിൽ നമ്മൾ രാത്രിക്കുള്ള പുട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പാതി ജീവൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനായിരുന്നു ആദ്യം ഡിന്നർ കഴിച്ചത്. കാരണം എനിക്ക് അത്ര വിശപ്പായിരുന്നു. അതിന് ശേഷമാണ് കുളിച്ച് ഫ്രഷ് ആയതും പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ കിച്ചണൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ ഇതാണ്. എല്ലാ ദിവസവും എൻ്റെ ഒരു ഈവനിങ് ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. അത് ഡിപ്പെൻസ് മാറിക്കൊണ്ടിരിക്കും. ചില ദിവസം നമുക്ക് കുക്ക് ചെയ്യാൻ കാണത്തില്ല, അപ്പം നമ്മൾ കൂടുതൽ ക്ലീനിങ്ങിലോട്ട് ഇൻവോൾവ് ആവും. അങ്ങനെ ഡിപ്പെൻസ്. ഓരോ ദിവസവും നമ്മളുടെ മൂഡും സാഹചര്യങ്ങളും ഒക്കെ വെച്ചാണ് നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്ത് വരുന്നത്. പക്ഷേ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു പ്ലാനിങ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.